ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ആശംസിച്ചുകൊണ്ട് തുടങ്ങിയാണ്. അപ്പോൾ ദേ ദോശയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദേ നല്ല പോലെ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കലാണ്. അപ്പോൾ ദോശൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് കറിയായിട്ടും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ സാമ്പാർ കറിയാണ് വെച്ചത്. അപ്പോൾ കുറച്ചധികം വെച്ചു, ഇന്നത്തേക്കായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ സാമ്പാർ കറി ഉണ്ട്. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലത്തെ പണികളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോൾ എന്താണ് സ്കൂളും ഓഫീസൊന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ലേറ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. അതിന് വേറൊരു റീസണും കൂടി ഉണ്ട്. ഇപ്പൊ ദോശ ആയതുകൊണ്ട് വേറെ പണിയില്ല, ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പൊ ഇന്നലെ തന്നെ ദോശക്കുളതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ കാര്യങ്ങള് കുറച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് പിന്നെ ഞാൻ കുറച്ചായി ആഗ്രഹിക്കണത് ഇങ്ങനെ കുപ്പികളൊക്കെ ഇട്ട് വ്ളോഗ് ചെയ്യണമെന്നുള്ളത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മിക്ക ഷോർട്സിലും കാണാറില്ല ഇങ്ങനെ കയ്യിൽ കുപ്പികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണത് കാണിക്കണത്. അപ്പൊ അത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ, എനിക്ക് അതേപോലെ ഒന്ന് ചെയ്താലോ എന്നുള്ളത്. പിന്നെ പിന്നത്തേക്ക് വെക്കും വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ എന്തായാലും നാസ എന്തുണ്ടാക്കണമെന്ന് ആലോചിക്കണ്ടല്ലോ, വേഗം തന്നെ ഇത് ചെയ്യുക. അപ്പൊ പിന്നെ ഇക്കറികൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അത് കാരണോട് ഇതിപ്പോ ഇതിന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച കുപ്പികളല്ല കേട്ടാ. ഇത് 2 വർഷത്തിന് മേലെയായി എന്റെ കയ്യിലിരിക്കണത്. അപ്പൊ പിന്നെ അത് അങ്ങോട്ട് ഇട്ട് കുളിച്ച് റെഡിയായിട്ട് കിച്ചണിൽ കയറാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. മക്കൾക്കുള്ള ചെറിയ കൊച്ചു ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുക്കുന്നു പറയുമല്ലോ. അപ്പൊ അത് തന്നെയാണ് എനിക്ക് നമ്മുടെ കാര്യത്തിലും പറയാനുള്ളത്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെക്കണ്ട, നമ്മൾ ഹാപ്പി ആക്കാന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്, മറ്റുള്ളവരുടെ അല്ല. അപ്പൊ നമ്മളായിട്ട് തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. അപ്പോൾ ഇതേപോലത്തുള്ള നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങൾ കണ്ടെത്തി ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്താം. അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. ബൈ.